വളരെ പെട്ടെന്ന് അതുപോലെ തന്നെ ഒട്ടും കയ്പില്ലാതെ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇപ്പം ഞാൻ അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഈ പാൻ ഒന്ന് ചൂടാവണം. പാൻ ഒന്ന് ചൂടാവുമ്പോൾ നമുക്കതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പാവയ്ക്ക മെഴുക്ക് വരട്ടാൻ അധികം എണ്ണയൊന്നും ചേർക്കണ്ട, അല്ലാതെ തന്നെ നമുക്ക് നന്നായിട്ട് മെഴുക്ക് വരട്ടി എടുക്കാവുന്നതാണ്. ഇപ്പോൾ ചെറിയ ഉള്ളിയാണ്, ചെറിയ ഉള്ളി നൈസായിട്ട് കീറി വെച്ചേക്കുവാണ്. ഇപ്പം നിങ്ങൾക്ക് ചെറിയ ഉള്ളി ചേർത്താൽ നല്ലതാണ്, വളരെ ടേസ്റ്റുമാണ്. ഇപ്പോൾ ചെറിയ ഉള്ളി ഇല്ല എങ്കിൽ നിങ്ങൾ സവാള എടുക്കുക. ഇപ്പോൾ ചെറിയ ഒരു സവാള എടുത്താൽ മതി. ഇപ്പം നമ്മൾക്ക് പാവയ്ക്ക് എത്രയുണ്ടോ അതിൻ്റെ ഒരു പകുതി അളവിൽ ഉള്ളി എടുക്കണം. ഉള്ളി നമ്മൾ അത്രയും ചേർക്കുമ്പോൾ മാത്രമേ അത് കയ്പില്ലാതിരിക്കും. ഇപ്പോൾ കയ്പോട് കൂടി പാവയ്ക്ക ഇഷ്ടമുള്ളവർക്ക് അധികം ഉള്ളി എടുക്കണമെന്നില്ല, കുറച്ച് ഉള്ളി എടുത്താൽ മതി. ഇപ്പം ഞാനിവിടെ ഇതുപോലെ 1 കപ്പ് പാവയ്ക്കയാണ് അരിഞ്ഞ് വെച്ചേക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ ഏകദേശം 1/2 കപ്പോളം ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഉള്ളി ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം, നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട, അതൊന്ന് ഒന്ന് സോഫ്റ്റ് ആയാൽ മതി. ഉള്ളി ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ നമുക്ക് ഈ എണ്ണയിലിട്ടൊന്ന് വഴറ്റാം. ഇപ്പോൾ നമുക്ക് ഉള്ളി പെട്ടെന്ന് വഴണ്ട് വരാനായിട്ട് കുറച്ച് ഉപ്പ് കൂടെ നമുക്ക് ചേർക്കാം. അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉള്ളി ഒന്ന് ചെറുതായിട്ട് വാടി ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇപ്പോൾ ഉള്ളി ഇങ്ങനെ വാടി വരുമ്പോൾ നല്ലൊരു മണം വരും, ആ ഒരു പരുവമാണ്. അപ്പോൾ നമുക്കതിലേക്ക് ഈ പാവയ്ക്ക നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന പാവയ്ക്ക ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പാവയ്ക്ക നിങ്ങൾ അരിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ വട്ടത്തിൽ നൈസായിട്ട് അരിഞ്ഞെടുക്കുക. ഇനി നമുക്ക് ഈ ഉള്ളിയായിട്ട് ഈ പാവയ്ക്ക ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാവയ്ക്ക എല്ലാ ഉള്ളിയായിട്ടൊന്ന് മിക്സ് ആകുമ്പോൾ നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പൊടിയായിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഈ പാവയ്ക്കൊക്കെ കുറച്ച് വേവുണ്ട്. അപ്പോൾ നമ്മൾ അത് കുറച്ച് വേവിച്ചാൽ മാത്രമേ ആ കയ്പ്പ് രുചി ഒന്ന് മാറുകയുള്ളൂ. അപ്പോൾ നമുക്കിത് കുറച്ച് വെള്ളം, അതായത് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം, കുറച്ച് വെള്ളം മാത്രം ഒന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പം നമുക്ക് പാവയ്ക്ക ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയി ഞാൻ അടച്ച് വെച്ചിട്ട്. നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ പാവയ്ക്കൊക്കെ വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി. ഇപ്പോൾ കുറച്ചുകൂടെ ഇത് തുറന്ന് വെച്ച് ഒന്നും കൂടെ 5 മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പാവയ്ക്ക മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് മൊരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്, കയ്പൊന്നും കാണില്ല. ഇപ്പോൾ ഉള്ളിയായിട്ട് ഇത് നന്നായിട്ട് ഇതുപോലെ നമ്മൾ വേവിച്ചെടുത്തത് കൊണ്ട് കയ്പൊന്നും ഉണ്ടാവില്ല. തീയങ്ങ് ഓഫ് ചെയ്തേക്കാം. പാവയ്ക്ക മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ മെഴുക്ക് വരട്ടി ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പം കയ്പൊന്നും ഉണ്ടാവില്ല. എല്ലാവരും ഇത് ചെയ്ത് നോക്കുക, അഭിപ്രായം പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.